നമ്മളിന്ന് 2.5 കിലോ ബ്രോയിലർ കോഴി പെപ്പർ റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അത് റെസ്റ്റോറൻറ്റ് ശൈലിയിൽ. റെസ്റ്റോറൻറ്റിൽ കടായിലാണ് ചെയ്യുന്നത്. നമ്മൾ ഉരുളിയിൽ ചിക്കൻ പെപ്പർ റോസ്റ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ കോഴി നമുക്കൊരു 5 വെള്ളം നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോഴേ നല്ല വൃത്തിയാവുള്ളൂ. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചു, ചട്ടി ചൂടാകുമ്പോഴേ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം. നമ്മൾ കോഴി ഉരുളിയിലാക്കി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ മഞ്ഞൾ പൊടി. നന്നായിട്ടൊന്ന് മറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിക്കണം കോഴി. അപ്പോൾ നമുക്ക് കോഴി വേവുന്ന സമയം കൊണ്ട് 2.5 കിലോ ബ്രോയിലർ കോഴിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു ഇഞ്ചി വെളുത്തുള്ളി 75 ഗ്രാം എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, പെപ്പർ റോസ്റ്റിന് ആവശ്യമുള്ള കുരുമുളക്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതയ്ക്കാനുണ്ട്. 1-2 സവാള കട്ട് ചെയ്യണം. ചെറിയ ഉള്ളിയും സവാളയും കൂടെ ഞാൻ ഒരു 1/2 കിലോയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പെപ്പർ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഗ്രേവി കൂടുതൽ വേണം. അതുകൊണ്ടാണ് ഞാൻ 1/2 കിലോ. ചെറിയ ഉള്ളി കൂടുതലാണ്, സവാള കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോഴും മധുരം ഉണ്ടാവില്ല. നിങ്ങൾ ചെറിയ ഉള്ളി മാത്രം എടുത്താൽ മതിയാവും. തക്കാളി ഒരു 3 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 5-8 പച്ചമുളകും കൂടെ. ഇനി തക്കാളിയും കൂടെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. തക്കാളിയും കട്ട് ചെയ്ത് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ അമ്മി കഴുകി ഉണക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം നന്നായിട്ട്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതഞ്ഞു. അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മണം കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഒരു ചെറിയ പട്ടയും ഒരു ഏലക്കയും. കുരുമുളക് നന്നായിട്ട് പൊടിയണം. കുരുമുളക് നന്നായിട്ട് പൊടിഞ്ഞാലേ പീസിൽ പിടിക്കുകയുള്ളൂ. കുരുമുളക് നന്നായിട്ട് പൊടിഞ്ഞ് ഞാൻ ഇതിന് കൂടെ പാത്രത്തിലോട്ട് മാറ്റാം. ഈ അടുപ്പിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. ഇനി തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം. നമ്മൾ മഞ്ഞൾ പൊടി ആദ്യം ഇട്ടു. 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് നോക്കിയിട്ട് പിന്നീട് ഇടാം. ഒന്ന് മറച്ച് വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു 15-20 മിനിറ്റായി ചിക്കൻ അടുപ്പിൽ വെച്ചിട്ട്. പിന്നെ നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റണം. കോഴി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. മാറ്റി ഇനി നമുക്ക് ഗ്രേവി അടിക്കണം. അപ്പോൾ ഗ്രേവി അടിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വെളിച്ചെണ്ണ നമുക്ക് കൂടുതൽ വേണം. അതുകൊണ്ട് ഒരു 150 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തിളയ്ക്കുമ്പോൾ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില. കറിവേപ്പിലയൊന്ന് പൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. 1 പച്ചമുളകും 1/2 കിലോ ചെറിയ ഉള്ളി സവാളയും കൂടെ.
ഇനി ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് നമുക്ക് ഉള്ളി ഒന്ന് വേവിക്കണം. ഉള്ളി സവാള നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇട്ടു. തക്കാളി നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചതച്ച് വെച്ചത് ഒരു 75 ഗ്രാം. ഇതിനെ ഈ നടുക്കുള്ള എണ്ണയിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് എണ്ണയിൽ വഴണ്ടു. ഇനി നമുക്ക് പൊടികളൊന്നും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മഞ്ഞൾ പൊടി ഇട്ടു. മഞ്ഞൾ പൊടി ഇനി നമുക്ക് ആവശ്യമില്ല. ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി. ചിക്കൻ മസാല നമ്മൾ പൊടിച്ചതാണ്, ഒരു വലിയ സ്പൂണിന് 1 സ്പൂൺ. ചിക്കൻ പെപ്പർ റോസ്റ്റ് അടിക്കുമ്പോൾ ഒരല്പം ജീരകം ഇട്ട് കൊടുക്കണം, ഒരു 1/2 സ്പൂൺ ജീരകം. നന്നായിട്ടൊന്ന് മറിച്ച് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് വറുത്ത് പൊടിച്ചതാണ്. നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളക്, കുരുമുളകും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കുരുമുളകും എണ്ണയിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. പെപ്പർ ചിക്കൻ അടിക്കുമ്പോൾ റോസ്റ്റ് ചെയ്തടിക്കാം, ഒരല്പം ഗ്രേവിയോടെ വേണമെങ്കിലും അടിക്കാം. പിന്നെ നമുക്ക് ഉപ്പൊന്ന് നോക്കണം. ഉപ്പുണ്ട്, എരിവുണ്ട്. പിന്നെ നമുക്ക് ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഈ പീസിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല സെറ്റാവും. ഉള്ളിക്ക് കുറച്ച് വേവുണ്ട്. അടച്ചു വെച്ച് കൊടുക്കാം. ചിക്കൻ പെപ്പർ റോസ്റ്റ് ഇറക്കാനായിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഉണ്ടല്ലേ, നന്നായിട്ട് വെള്ളം വറ്റി ഒരു കുഴഞ്ഞ വരും. കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് എടുക്കാം. അപ്പം ഇനി ഒരു നാരങ്ങയുടെ പകുതി പീസ് ഇതിലോട്ട് നമുക്കൊന്ന് പിഴിഞ്ഞ് കൊടുക്കാം. കുറച്ച് മല്ലിയില നമ്മൾ വെട്ടിയരിഞ്ഞ് വെച്ചത്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഗ്രേവി പീസിൽ പൊതിഞ്ഞിരിക്കുന്ന പരുവത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളല്പം ഗ്രേവി കൂട്ടി അടിക്കുന്നത്. ഇനി ആ പിഴിഞ്ഞ നാരങ്ങയുടെ മണമൊന്ന് മാറാൻ വേണ്ടി ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഇറക്കാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് പെപ്പർ റോസ്റ്റ് ഇറക്കാനായി. അടിപൊളിയായിട്ട് വറ്റി നല്ല പരുവത്തിനായിട്ടുണ്ട്. അപ്പം ഞാനും ഉണ്ണിക്കുട്ടനും കൂടെയാണ് പെപ്പർ ചിക്കൻ്റെ ടേസ്റ്റ് നോക്കാൻ പോകുന്നത്. ഞങ്ങൾ ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. പെപ്പർ ചിക്കൻ റോസ്റ്റ് അടിപൊളിയായിട്ട് വറ്റി ദോശയുടെ കൂടെ ദോശയും പെപ്പർ ചിക്കനും ഉണ്ട്. നല്ല പീസിൻ്റെ പുറത്ത്
ഗ്രേവിയൊക്കെ പൊതിഞ്ഞ് വരുന്ന ആ ഒരു പരുവത്തിന് വറ്റിച്ചെടുക്കണം. നമ്മൾ ഏകദേശം ഒരു 10-30 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. ബ്രോയിലർ കോഴി ഒരു 30 മിനിറ്റെങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ബ്രോയിലർ കോഴി കഴിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ഇന്നത്തെ ഒരു ജീവിതശൈലി അങ്ങനെയാണ്. എങ്കിലും മാക്സിമം ബ്രോയിലർ കോഴി മാക്സിമം ആഹാരത്തിൽ കുറച്ചിട്ട് മറ്റുള്ള കോഴികളും മീറ്റുമൊക്കെ ഉപയോഗിക്കുന്നതാണ് ആരോഗ്യത്തിന് അത്യുത്തമം. എങ്കിലും ഈ ഡിഷുകളൊക്കെ നമുക്ക് ചെയ്ത് കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഇടയ്ക്കൊക്കെ ബ്രോയിലർ കോഴി കഴിക്കാം. അപ്പം നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. പെപ്പർ ചെക്ക് ചെയ്തപോലെ ഒന്ന് വെച്ച് നോക്കാം. ഇത് വേണമെന്നുള്ളവർക്ക് ഇനിയും നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. നന്നായിട്ട് പുരട്ടി ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഗ്രേവി കൊട്ടിയടിച്ചിട്ട് ഒരു കുഴഞ്ഞ പരുവത്തിനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പയുടെ, ചോറിൻ്റെയോ, ദോശയുടെ, പൊറോട്ടയുടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുക്കള മച്ചാൻ വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.